Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. നമ്മളുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ ഡേറ്റ് ഒക്കെ വന്നു അല്ലെ? ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പഠിച്ചു തുടങ്ങുന്ന സമയമാണ്. പ്രിലിംസ് പരീക്ഷകളിൽ 20 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഇംഗ്ലീഷിനുള്ളത് അല്ലെ? സോ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ കോർ സബ്ജക്ട്. 50 മാർക്കാണ് ഈ 3 വിഷയങ്ങളും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഏറ്റവും നന്നായി ഈ വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, PYQs ആണ്. അതുവഴി നമ്മുടെ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, സാധാരണ PSC എക്സാംസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചു തുടങ്ങി, ഇതെല്ലാമാണ് ഇന്നത്തെ ഈ ഒരു PPTയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. ഇത് PYQ തന്നെയാണ്, ഡിഗ്രി പ്രിലിംസിലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് PYQ ആണ്. അപ്പോൾ ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. ഷുഡ് ഐ ആണോ, ആറന്റ് ഐ ആണോ, ആം ഐ ആണോ, അതോ ഇതിൽ ഏതെങ്കിലും ഒക്കെ കൂടുതൽ മോർ ദാൻ 1 പോസിബിലിറ്റീസ് ഉണ്ടോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ എക്സാം ചോദിച്ചപ്പോൾ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഒരുപാട് കുട്ടികൾ പോയിട്ടുള്ളൊരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ അല്ലെങ്കിൽ ആം ഐ മാത്രമാണ്. ഓക്കെ, ഓപ്ഷൻ ഡിയിലാണ് ഒരുപാട് പേര് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്തത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. ഈ അസൈൻമെന്റ്സ് ഞാൻ ആഫ്റ്റർനൂണിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണോ അതോ ചെയ്യേണ്ടതാണോ? സപ്പോസ് ടു എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടതാണോ എന്നും ചോദിക്കാം, ചെയ്യേണ്ടതല്ലേ എന്നും ചോദിക്കാം. ശരിയല്ലേ? 2 വഴിയുണ്ട്. ക്വസ്റ്റ്യൻ ടാഗിന്റെ ഫോർമേഷനിൽ നമുക്കറിയാം, ഇഫ് ദ സെന്റൻസ് ഇസ് പോസിറ്റീവ് ടാഗ് ഷുഡ് ബി നെഗറ്റീവ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലോജിക്കിൽ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഉച്ചയ്ക്കുള്ളിൽ ഞാൻ അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യണോ എന്നും ചോദിക്കാം, ചെയ്യണ്ടേ എന്നും ചോദിക്കാം. ഈ 2 പോസിബിലിറ്റീസ് മുന്നിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആം ഐ ഒരു പോസിബിലിറ്റി തന്നെയാണ്. ആം ഐ സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. ആഫ്റ്റർനൂൺ കൂടി ഞാൻ അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണോ എന്ന് ചോദിക്കാം. അപ്പോൾ ആം ഐയുടെ നെഗറ്റീവ് ഇന്ററോഗേറ്റീവ് ഫോം എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ പഠിക്കുന്നുണ്ട് അല്ലെ? ആം ഐയുടെ നെഗറ്റീവ് ഇന്ററോഗേറ്റീവ് ഫോം എന്ന് പറയുന്നത് ആറന്റ് ഐ ആണ്. ഓക്കെ, ആറന്റ് ഐ. സോ ആറന്റ് ഐയും ഇവിടുത്തെ പോസിബിലിറ്റി തന്നെയാണ്. സോ ആറന്റ് ഐ സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? ഉച്ചയ്ക്കുള്ളിൽ ഈ അസൈൻമെന്റ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതല്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സോ 2ഉം 3ഉം ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ വളരെ റീസെന്റ് ആയിട്ട് നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ചേഞ്ച് ഓഫ് പാറ്റേൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചതിൽ നിന്നും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, സോ 2ഉം 3ഉമാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ആം ഐയും ആറന്റ് ഐയും കറക്റ്റ് ആണ്. മനസ്സിലായല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നോക്കിക്കേ. സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു റിഫ്രെയിൻ ഡാഷ് ബാഡ് കമ്പനി. സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു റിഫ്രെയിൻ ഡാഷ് ബാഡ് കമ്പനി. ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും കുട്ടികളോട് വിട്ടു നിൽക്കാനാണ് നമ്മൾ പറയാറ് അല്ലെ? വിട്ടു നിൽക്കാനാണ് പറയാറ്. സോ അവിടെ എന്താ വരിക? സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു റിഫ്രെയിൻ ഫ്രം. അപ്പൊ ഈ ഫ്രം എവിടെയൊക്കെ യൂസ് ചെയ്യാം? നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ, ഒരു PYQ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കണം. ഇപ്പൊ ഫ്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട യൂസേജ് എന്ന് പറയുന്നത് ഫ്രമും ഓഫും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് കുറച്ച് PSC എഴുതിയ കുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ്, എങ്കിലും പറയാം. ഫ്രമും ഓഫും യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മെറ്റീരിയൽ ചേഞ്ച് ഉണ്ട് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണ് ഗ്രേപ്പ് അല്ലെങ്കിൽ വൈൻ ഇസ് മെയ്ഡ് ഫ്രം ഗ്രേപ്പ്. ഓക്കെ, ഗ്രേപ്പിൽ നിന്നാണ് വൈൻ ഉണ്ടാക്കുന്നത്. സോ ഗ്രേപ്പിൽ നിന്ന് വൈൻ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഗ്രേപ്പ് ഡസന്റ് എക്സിസ്റ്റ്, ഗ്രേപ്പ് ഇല്ല അവിടെ, അത് വൈനാണ്. അപ്പൊ ഗ്രേപ്പ് എന്ന് പറയുന്ന മെറ്റീരിയൽ ചേഞ്ച് ആയി, അതുകൊണ്ടാണ് അവിടെ ഫ്രം ഉപയോഗിക്കുന്നത്. വൈൻ ഇസ് മെയ്ഡ് ഫ്രം ഗ്രേപ്പ്. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയാണ് ചെയർ ഇസ് മെയ്ഡ് ഓഫ് വുഡ്. എന്താണ്? ചെയർ ഇസ് മെയ്ഡ് ഓഫ് വുഡ്, അതായത് വുഡിൽ നിന്നാണ് ചെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഫ്രം അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഓഫാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെന്താ വ്യത്യാസം? അതായത് വുഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ ചെയർ ഉണ്ടാക്കിയാലും വുഡ് വുഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, വെട്ടിപ്പൊളിച്ചാലും നിങ്ങൾക്ക് വുഡ് തന്നെ കിട്ടും. സോ ദർ ഇസ് നോ മെറ്റീരിയൽ ചേഞ്ച്. അപ്പൊ അവിടെ ചെയർ ഇസ് മെയ്ഡ് ഓഫ് വുഡ് എന്ന് പറയും. നേരത്തെ എന്തായിരുന്നു? മെറ്റീരിയൽ ചേഞ്ച് വന്നു. സോ അവിടെ വൈൻ ഇസ് മെയ്ഡ് ഫ്രം ഗ്രേപ്പ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഒരു യൂസേജ്. ഇത് കൂടാതെ നമ്മൾ ഫ്രമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെയും നമ്മൾ ഒരു പോയിന്റ് എക്സ്ട്രാ പഠിക്കണം. എന്തിൽ നിന്നെങ്കിലും എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഫ്രം ഉപയോഗിക്കണം. ഇവിടെ നോക്കിക്കേ, റിഫ്രെയിൻ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താ? വിട്ടു നിൽക്കുക. അപ്പൊ റിഫ്രെയിൻ ഫ്രം ബാഡ് കമ്പനി. കണ്ടോ, ബാഡ് കമ്പനിയിൽ നിന്നും നമ്മൾ എന്ത് ഉപയോഗിക്കണം? റിഫ്രെയിൻ ഫ്രം ബാഡ് കമ്പനി ഉപയോഗിക്കണം
അല്ലെ. ഇനി റിഫ്രെയിന് പകരം അബ്സ്റ്റെയിൻ എന്ന വാക്കായിരുന്നെങ്കിലോ? അർത്ഥം മനസ്സിലാക്കുക, സെയിം അർത്ഥമാണ്. സിനോണിംസിൽ നമുക്ക് പഠിക്കാം. എന്താണ് അബ്സ്റ്റെയിൻ? അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞാലും സെയിം അർത്ഥമാണ്, വിട്ടു നിൽക്കുക. അബ്സ്റ്റെയിൻ ഫ്രം ബാഡ് കമ്പനി. ഇനി ഡിസ്ട്രാക്ട് ഫ്രം, അവിടെയും നമുക്ക് യൂസ് ചെയ്യാം. പ്രിവെന്റ് ഫ്രം, അപ്പൊ ഇതിൽ നിന്നും എന്നർത്ഥം പറയുന്ന ഓരോ വാക്കുകളിലും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഫ്രം എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് പഠിക്കുക. അബ്സ്റ്റെയിൻ എന്ന് പറയുന്ന വാക്ക് എപ്പോഴും നമ്മൾ റിഫ്രെയിൻ പഠിക്കുമ്പോൾ പഠിക്കേണ്ട വാക്കാണ്. മനസ്സിലായോ? ഈ ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്ത് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഏതായാലും ഇവിടെ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഫ്രം. സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു റിഫ്രെയിൻ ഫ്രം ബാഡ് കമ്പനി. ഇനി ഒരു പോയിന്റും കൂടി നിങ്ങൾക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റും. നോക്കിക്കേ, അഡ്വൈസ്ഡ്. അവിടെ ഒരു പോയിന്റ് നിങ്ങൾ എക്സ്ട്രാ പഠിക്കണം, പരീക്ഷയ്ക്ക് ഇപ്പൊ ചോദിച്ചു കാണുന്നതാണ്. അതായത് അഡ്വൈസ്ഡ് എന്ന വാക്ക് 2 സ്പെല്ലിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. സിഇയും ഉണ്ട്, SCയും ഉണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? സിഇയും SCയും തമ്മിലുള്ള വ്യത്യാസം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ? അല്ല, രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ പ്രാക്ടീസ്, സിഇയും ഉണ്ട്, SCയും ഉണ്ട്. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇതിൽ ഒരെണ്ണം വേർബും ഒരെണ്ണം നൗണുമാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഏതാണ് നൗൺ, ഏതാണ് വേർബ് എന്ന് നമുക്ക് നോക്കാം. SE വരുന്നതാണ് വേർബ്, എസ് വരുന്നതാണ് വേർബ്. അതെങ്ങനെ ഓർത്തിരിക്കാം? ഒരു എളുപ്പവഴിയുണ്ട്. നമ്മൾ എസ് ആഡ് ചെയ്യുന്ന വേർബിന്റെ കൂടെ അല്ലേ? ഇപ്പൊ ഷീ സിങ്സ്, ഹി ജംപ്സ്, ഷീ ഡാൻസസ്, ഷീ റൺസ്. കണ്ടോ? ആ എസ് ആഡ് ചെയ്യുന്ന എപ്പോഴും വെർബിന്റെ കൂടെയല്ലേ? സോ എസ് ഉള്ളത് വേർബാണ്, മറ്റേത് നൗണാണ്. സി ഉള്ളത് നൗണാണ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? അതായത് അഡ്വൈസ് SE എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക. മനസ്സിലായോ? സിഇ നൗൺ, അതായത് ഉപദേശം. മനസ്സിലായോ? ഉപദേശം ആണ് സിഇയും, SE എന്ന് പറയുന്നത് ഉപദേശിക്കുക, ക്രിയ അല്ലെങ്കിൽ വേർബ്. മനസ്സിലായോ? ഇതാണ്. അപ്പൊ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ കിട്ടി. ഒന്ന് ഫ്രം എവിടെ യൂസ് ചെയ്യാം, ഓഫ് എവിടെ യൂസ് ചെയ്യാം, എന്താണ് അഡ്വൈസ് എന്നുള്ള വേർഡും സിഇയുടെ വേർഡ് തമ്മിലുള്ള വ്യത്യാസം. ഇതേപോലെ വരുന്ന മറ്റൊരു വാക്കാണ് പ്രാക്ടീസ്. അപ്പൊ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് താഴെ കമന്റ് ചെയ്യണം. പ്രാക്ടീസിന്റെ 2 സ്പെല്ലിംഗ് PRACT ICEയും ISCയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. A few workers participated in the strike. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. നോക്കിക്കേ, 20 മാർക്ക് ഉണ്ട് നമ്മുടെ ഇംഗ്ലീഷിന്. ഈ 20 മാർക്കിൽ നമുക്ക് പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്ന ഒരു 25 ടോപ്പിക് ഉണ്ട്. എല്ലാം പഠിച്ചേ പറ്റുള്ളൂ എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ, കാരണം അവിടെ ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല, 20 മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സിൽ ഒന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഒരു എക്സാം ടഫ് ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക്. കുറച്ച് വർക്കേഴ്സ് സ്ട്രൈക്കിൽ പങ്കെടുത്തു. അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? സോ ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്ക് എന്ത് വേണം? ഒരു ഓക്സിലറി വെർബ് വേണം, ഒരു സബ്ജക്റ്റും വേണം. ഇവിടെ എന്തില്ല? ഓക്സിലറി നേരിട്ട് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഓക്സിലറി നേരിട്ട് തന്നിട്ടില്ല എങ്കിൽ ഒന്നുകിൽ ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് ഉപയോഗിക്കാം. ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് എന്തിനെ വെച്ചാ നമ്മൾ തീരുമാനിക്കുക? വെർബിനെ വെച്ചാ തീരുമാനിക്കുക. ഇവിടുത്തെ വെർബ് നോക്കിക്കേ, പാർട്ടിസിപ്പേറ്റഡ്. എന്താണ്? പാർട്ടിസിപ്പേറ്റഡ്. അപ്പൊ അതെന്താണത്? പാർട്ടിസിപ്പേറ്റഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പാസ്റ്റ് ടെൻസ്. അപ്പൊ ഇതിൽ ഏതാ നമ്മൾ എടുക്കേണ്ടത്? ഡിഡ് ആണ് എടുക്കേണ്ടത്, അല്ലെ? ഡിഡ് ആണ് എടുക്കേണ്ടത്. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും പോസിറ്റീവ് ആണെന്ന്. പക്ഷെ എന്നാലും ഓക്കെ, ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. പോട്ടെ, എന്തായാലും ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്, അതിൽ തർക്കമൊന്നുമില്ല. അപ്പൊ സെന്റൻസ് പോസിറ്റീവ് ആണ്, അപ്പൊ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സോ ഡിഡിൻറ്റ് വന്നു. ഫ്യൂ വർക്കേഴ്സ് ആണ്, അപ്പൊ ദേ ആയിരിക്കണം എന്ത്? നമ്മളുടെ പ്രോനൗൺ എന്ന് പറയുന്നത്. സോ ഡിഡിൻറ്റ് ദേ ആണ് ആൻസർ വരിക. ഓക്കെ, കറക്റ്റ് ആണ്. എല്ലാവരും ഉത്തരം പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ട്വിസ്റ്റ് ഞാൻ പറയുവാണ്. ഇവിടെ എ ഇല്ല. എന്തില്ല? എ ഇല്ല. ഫ്യൂ വർക്കേഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡിഡ് എടുത്തു. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അവിടെയാണ് ചോദ്യം വരുന്നത്. സെന്റൻസ് നെഗറ്റീവ് ആണ്. അറിയാത്തവർക്ക് വേണ്ടി പറയാം, നമുക്ക് 2 സെറ്റ് ഓഫ് വാക്കുകൾ പഠിക്കണം. ഒന്ന് എ ഫ്യൂവും എ ലിറ്റിലും, അതുപോലെ ഫ്യൂവും ലിറ്റിലും. ഇതൊക്കെ കുറച്ച് എന്നൊരർത്ഥം തന്നെയാണ്. ഫ്യൂ എന്ന് പറയുന്നത് കൗണ്ടബിളിന്റെ കൂടെ അല്ലെങ്കിൽ എണ്ണാൻ പറ്റുന്നതിന്റെ കൂടെ ഉപയോഗിക്കുന്നു. മറ്റേത് എണ്ണാൻ പറ്റാത്തത്, ഇപ്പൊ വെള്ളം, അരി, പഞ്ചസാര, ഇതൊന്നും നമുക്ക് എണ്ണാൻ പറ്റില്ല. അങ്ങനെയുള്ളിടത്താണ് നമ്മൾ ലിറ്റിൽ ഉപയോഗിക്കുക. എണ്ണാൻ പറ്റുന്നിടത്ത് ഫ്യൂ ഉപയോഗിക്കും.
പക്ഷെ എ ഫ്യൂവും ഫ്യൂവും എ ലിറ്റിലും ലിറ്റിലും ഇതെന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത്രയേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള കാര്യം ഓർത്ത് വെക്കുക. ഒരു എ അധികം ഉള്ളത്, ഓക്കെ, ഒരു എ അധികം ഉള്ളത്, എയുടെ അധികമല്ലേ, സോ ഒരു എ അധികം ഉള്ളത് പോസിറ്റീവാണ്. അതായത് എ ഫ്യൂവും എ ലിറ്റിലും പോസിറ്റീവാണ്. എന്ന് വെച്ചാൽ ഒരുപാടുണ്ടെന്നല്ല, പേരിന് കുറച്ച് എന്നൊക്കെ നമ്മൾ പറയില്ലേ, വളരെ കുറച്ച്, പേരിന് എന്തോ എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ എ ഫ്യൂവും എ ലിറ്റിലും. സംഭവം പോസിറ്റീവാണ്. ഫ്യൂവും ലിറ്റിലും ആണെന്നുണ്ടെങ്കിൽ സംഭവം നെഗറ്റീവാണ്. അപ്പൊ ഈ സെന്റൻസ് നോക്കിക്കേ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു എ ഇല്ലെങ്കിൽ എന്ത് വരും? സോ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക്. സോ സെന്റൻസ് എങ്ങനെയാണ്? സെന്റൻസ് നെഗറ്റീവ് ആണ്, പോസിറ്റീവ് അല്ല. കാരണം ഇവിടെ എന്താ? ഫ്യൂ ആണുള്ളത്. സോ ഫ്യൂ ഇസ് എ സെമി നെഗറ്റീവ് വേർഡ്. അപ്പൊ അവിടെ സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് വരും? സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് വരും? ഡിഡിന്റെ പോസിറ്റീവ് ഫോം തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോ ഡിഡ് ദേ വരും. ഡിഡിന്റെ ദേ അല്ല വരിക, ഡിഡ് ദേ വരും. ഇതുപോലെ ഒരുപാട് ലൂപ്പ് ഉള്ള ഒരു ഭാഗമാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഒത്തിരി ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക. ഒരു എക്സാം ടഫ് ആക്കണമെങ്കിൽ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ്. വീണ്ടും പറയുന്നു, 13 സെറ്റ് ഓഫ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് കറക്റ്റ് ആണെന്ന് പറയുന്ന ഒറ്റ വഴിയേ ഉള്ളൂ. 13 റൂൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എങ്കിലും ഓക്കെ, ഇല്ലെങ്കിൽ പഠിക്കും. ഈ 13 റൂൾസ് പഠിച്ചാൽ അത്യാവശ്യം എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 13 എണ്ണം മറക്കരുത് കേട്ടോ. അടുത്തത്, where is the bus stand? Said the young man. Change into indirect speech. Where is the bus stand? ഇൻഡയറക്ട് സ്പീച്ചിലോട്ട് മാറണം. അതായത് റിപ്പോർട്ട് സ്പീച്ച് ആണ് സംഭവം. അപ്പൊ ഇവിടെ എന്താ നമുക്ക് നോക്കാം. ഓക്കെ, the young man enquired where was the bus stand. The young man asked for the bus stand. The young man wanted to know where the bus stand was. The young man enquired about the bus stand. വളരെ ഈസി ആയിട്ട് ടിപ്സ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ ഈ കഥ മുഴുവൻ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് നമ്മുടെ തെറ്റായ ധാരണയാണ്. ഒരു ആവശ്യമില്ല ഈ കഥ മുഴുവൻ പഠിക്കേണ്ട. വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ദ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, റിപ്പോർട്ടിംഗ് വെർബ് ഇവിടെ സെഡ് ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് അല്ലേ? സോ പാസ്റ്റ് ടെൻസ് ആണ് റിപ്പോർട്ടിംഗ് വെർബ് എങ്കിൽ അവിടെ ടെൻസ് ചേഞ്ച് വരും. ടെൻസ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഉണ്ടെങ്കിൽ വാസ് ആകും, ആർ ഉണ്ടെങ്കിൽ വേർ ആകും, ഹാസോ ഹാവോ ഉണ്ടെങ്കിൽ അത് ഹാഡ് ആകും. ഇത് ബേസിക് ആണ്. കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഏതായാലും സെഡ് വന്നു, ടെൻസ് ചേഞ്ച് വരും. സോ ഈസ് ആണ് ഇവിടെ കിടക്കുന്നത്, അതെന്തായാലും വാസ് ആവണം. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ വാസ് ഉണ്ട്, ഇവിടെ അതില്ല, ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് നമുക്കങ്ങ് വെട്ടാം. പിന്നെ ഇവിടെയും ഇല്ല. സോ നമുക്ക് നോക്കാം, ഓപ്ഷൻ എയും സിയും നോക്കാം. The young man enquired where was the bus stand. The young man wanted to know where the bus stand was. കുറച്ചു പേരെങ്കിലും ഓപ്ഷൻ എയിൽ കുത്തും. പക്ഷെ ഓപ്ഷൻ എ തെറ്റാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, വേർ ഇസ് ദ ബസ് സ്റ്റാൻഡ്, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ സബ്ജക്റ്റ് വരണം. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ സബ്ജക്റ്റ് വരണം. ഇപ്പൊ സാധാരണ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? വാട്ട് ഇസ് യുവർ നെയിം? വാട്ട് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് ഉപയോഗിച്ചു. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും അതിന് എന്ത് വേണം? ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് എന്ത് വേണം? സബ്ജക്റ്റ് വരണം. കണ്ടോ, ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബാണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് റോങ്. അതേസമയം ഇവിടെ നോക്കിക്കേ, ദ യങ് മാൻ വാണ്ടഡ് ടു നോ വേർ ദ ബസ് സ്റ്റാൻഡ്, കണ്ടോ, എന്നിട്ടാണ് വാസ് എഴുതിയത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. സി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലായോ? സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള റിപ്പോർട്ടഡ് സ്പീച്ചും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സിംഗർ പെർഫോംഡ് ഡാഷ്. സിംഗർ പെർഫോംഡ് ഡാഷ്. ഇതൊരു ഭംഗി നോക്കിയാണ് നമ്മൾ ഉത്തരം പറയുക. കാരണം ഇതിന്റെ ഓപ്ഷൻ അങ്ങനെയാണ്. അറ്റ് ദി കോൺസേർട്ട് ഫോർ 2 hours മെലോഡിയസ്ലി, മെലോഡിയസ്ലി ഫോർ 2 hours അറ്റ് ദി കോൺസേർട്ട്, ഫോർ 2 hours മെലോഡിയസ്ലി അറ്റ് ദി കോൺസേർട്ട്, മെലോഡിയസ്ലി അറ്റ് ദി കോൺസേർട്ട് ഫോർ 2 hours. ഇങ്ങനെ അത്യാവശ്യം നല്ല ഭംഗിയിലുള്ളൊരു സാധനമാണത്. അപ്പം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം ഇതെന്താണെന്ന് മനസ്സിലാക്കുക. ഇത് നോക്കിക്കേ, ഇത് ആഡ്വേർബ്സ് ആണ്. എന്താണ് ആഡ്വേർബ്സ്? അതായത് ഇവിടുത്തെ വെർബാണ് പെർഫോംഡ് എന്ന വാക്ക്. മനസ്സിലായോ? ഈ വെർബിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ, അതായത് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് പറയുന്നത്, എങ്ങനെ പെർഫോം ചെയ്തു, എത്ര നേരം പെർഫോം ചെയ്തു, അങ്ങനെയുള്ള വിശേഷണങ്ങൾ പറയുന്ന വാക്കുകളാണ് താഴെ കിടക്കുന്നത്, അല്ലെ? സോ ദ സിംഗർ പെർഫോംഡ് ഡാഷ്. ഓക്കെ, അപ്പം ഇത് ആഡ്വേർബ്സ് ആണ്. ഒന്നിലധികം ആഡ്വേർബ്സ് വന്നാൽ അത് പ്ലേസ് ചെയ്യുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. അത് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്. ഒന്നുമില്ല, MPFTP പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം എന്നൊന്ന് പഠിക്കുക. എന്താണ് MP? നമ്മുടെ MP, മെമ്പർ ഓഫ് പാർലമെന്റ്, പഠിക്കാനുള്ള ഒരു ഓർഡർ മാത്രമാണ്, അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു ഹിന്റ് മാത്രമാണ്. MPFTP പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം. അതായത്
MP എന്ന് പറയുമ്പം M for manner, P for place, F for frequency, T for time, and again P for purpose. കണ്ടോ? Manner, place, frequency, time and purpose. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, മാനർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പെർഫോം ചെയ്തേ? മെലോഡിയസ്ലി പെർഫോം ചെയ്തു. അപ്പൊ അത് വരുന്ന 2 ഓപ്ഷനുള്ളൂ, ബാക്കി 2 ഞാൻ വെട്ടി അല്ലേ. ഇനി അപ്പൊ മാനർ കഴിഞ്ഞു. പ്ലേസ് ഉണ്ടോ? ഉണ്ട്. എവിടെ വെച്ചാ പെർഫോം ചെയ്തേ? കോൺസേർട്ടിൽ വെച്ചിട്ട് അല്ലേ. ആ ഒരു കച്ചേരി കോൺസേർട്ടിൽ വെച്ചിട്ടാണ് പെർഫോം ചെയ്തത്. സോ അവിടെ എന്താ? ഇത് തെറ്റാണ്. സോ എന്താ വരും? മെലോഡിയസ്ലി അറ്റ് ദ കോൺസേർട്ട് ഫോർ 2 hours ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ MP FTP പ്രോട്ടോകോൾ ഫോളോ ചെയ്തു എന്ന് ഓർത്താൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. I expressed my strong desire to learn dash kayaking dash canoeing to know the differences. എനിക്ക് എൻ്റെ സ്ട്രോങ് ഡിസയർ ഞാൻ എക്സ്പ്രസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? കയാക്കിങ്ങും അതുപോലെ തന്നെ കാനോയിങ് പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഞാൻ എക്സ്പ്രസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടി. അപ്പൊ രണ്ടും പഠിക്കണം വേണ്ടേ? രണ്ടും പഠിക്കണം, അതാണ് അതിന്റെ പോയിന്റ്. കാരണം രണ്ടിന്റെയും ഡിഫറൻസ് ആണെങ്കിൽ രണ്ടും പഠിക്കണമല്ലോ. അപ്പൊ എയ്തർ ഓർ ശരിയാവോ? ശരിയാവില്ല. എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് എന്നുള്ളതാണ് എയ്തർ ഓറിൽ വരിക. സോ അതിവിടെ ശരിയാവില്ല. ഇതുമല്ല അതുമല്ല എന്ന് പറയുന്ന നെയ്തർ നോർ ആണ്. അത് ശരിയാവോ? ശരിയാവില്ല. അതേസമയം ബോത്തും ആൻഡും ശരിയാവും. I expressed my strong desire to learn both kayaking and canoeing to know the difference. രണ്ടും പഠിച്ചാലല്ലേ ഡിഫറൻസ് അറിയാ. സോ ആൻസർ ഇസ് ഓപ്ഷൻ C. ബോത്തും ആൻഡും ആണ് അവിടെ വരിക. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? നെക്സ്റ്റ് ഇയർ I dash guitar for 20 years. അല്ലേ? നെക്സ്റ്റ് ഇയർ I dash guitar for 20 years. ടെൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ പ്രീ വൈക്യു കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയേ? കണ്ടോ? ആഡ്വേർബ്സിന്റെ ഓർഡർ ചോദിച്ചു. ഇതിനു മുമ്പ് അഡ്ജക്റ്റീവ്സിന്റെ ഓർഡറാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അഡ്ജക്റ്റീവ്സ് ദോഷാസ് കോംബ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോഡ് വെച്ച് അഡ്ജക്റ്റീവ്സ് പഠിക്കാൻ പറ്റും. അതെ, കാരണം പാർട്ട് ഓഫ് സ്പീച്ച് നിങ്ങൾക്ക് ഉണ്ട്, സിലബസിലുണ്ട്. സോ ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചിട്ടുമുണ്ട്. അപ്പം ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സ് ചോദിച്ചെടുത്ത് നേരെ ഓർഡർ ഓഫ് ആഡ്വേർബ്സിലോട്ട് മാറി. പിന്നെ ഇത് കണ്ടോ, ടെൻസിൽ പൊതുവേ നമുക്ക് ഇങ്ങനൊരു ഈ ഒരു ടെൻസ് വരാറില്ല അധികം. അപ്പോൾ അവിടെയൊക്കെ ഡിഗ്രി പ്രിലിംസിൽ നമ്മൾ ആ ഒരു കൺവെൻഷണൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ പുതിയ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് മാറിക്കഴിഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. സിലബസിൻ്റെ പുറത്തേക്ക് ഒന്നും ചോദിച്ചിട്ടില്ല, സിലബസിൻ്റെ അകത്ത് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ സാധാരണ ചോദിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അവിടെ ചോദിച്ചു വരുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും പഠിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട്. ഡിഗ്രി പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ്. കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രം മതി. മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും കൃത്യമായിട്ട് പഠിക്കുക. കൂടാതെ നിങ്ങളുടെ എന്താ പറയുക, സ്ട്രോങ് പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് പഠിക്കാനായിട്ട്, ബാക്കി വിഷയങ്ങൾ പഠിക്കാനായിട്ട്. ഇനിയുള്ള സമയം പഠിച്ചാലും ഈസി ആയിട്ട് ഡിഗ്രി പ്രിലിംസ് കിട്ടും. ആർക്കെങ്കിലും സംശയമുണ്ട്, ഇനി ഇത്ര നാളല്ലേ ഉള്ളൂ, കൂടിപ്പോയ 45 ദിവസമല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് പഠിച്ചാൽ കിട്ടും? ഉറപ്പായിട്ടും കിട്ടും. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. 101% കിട്ടും. കാരണം എൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയാണ്. കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ മിറാക്കിൾ ബാച്ച് എന്നാണ് അനൗൺസ് ചെയ്യുന്നത് കുട്ടികൾ എപ്പോഴും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ മിറാക്കിൾ ബാച്ച് ഭയങ്കര ഒരു ഹ്യൂജ് സക്സസ് ആയിരുന്നു. ഞങ്ങളുടെ മിറാക്കിൾ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള റെക്കോർഡഡ് ലൈവ് സെഷൻസോട് കൂടി തന്നെ, നിങ്ങളുടെ എക്സാംസോട് കൂടി തന്നെ, പേഴ്സണൽ മെന്റർ സപ്പോർട്ടോടുകൂടി വളരെ ഈസി ആയിട്ട് കൂളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഡിഗ്രി പ്രിലിംസിന് പഠിച്ചു തുടങ്ങുമ്പോൾ എല്ലാവരും പറയും പ്രിലിംസിനും മെയിൻസിനും ഒക്കെ ഒരുമിച്ച് പഠിക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഇപ്പം അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാമെന്നേ അല്ലേ? ടെൻഷനൊന്നും അടിക്കണ്ട. നിങ്ങൾ മാത്രമല്ല, ഒരുപാട് പേര് പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ്. ഉഷാറായിട്ട് പഠിച്ച് എഴുതിയെടുക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഡിഗ്രി പ്രിലിംസ് മിറാക്കിൾ ബാച്ചിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 8590202323 പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ജോയിൻ ചെയ്യുക. ക്ലാസ്സസ് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, നോക്കിക്കേ, ഈ ക്വസ്റ്റ്യനിലാണ് നെക്സ്റ്റ് ഇയർ I dash guitar for 20 years. അടുത്ത വർഷം ഞാൻ ഗിറ്റാർ പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. സോ അടുത്ത വർഷത്തെ കാര്യമാണേ പറയുന്നത്. സോ വില്ല് വരും, അത് ഉറപ്പാണ്. അക്കാര്യത്തിൽ നമുക്ക് സംശയമില്ല. വിൽ നോട്ട് ബി പ്ലേയിങ് വരുമോ? ഒരിക്കലും വരില്ല. ഐ വിൽ പ്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലേ ചെയ്യും എന്നാണ്. അത് രണ്ടും നമുക്ക് വരില്ല. ഇനി വിൽ ഹാവ് ബീൻ പ്ലേയിങ് ഉണ്ട്, വിൽ ഹാവ് ബീൻ പ്ലേഡ് ഉണ്ട്. സി നോക്കിക്കേ, ഹാവിന്റെ കൂടെ എപ്പോഴും V3 ഫോം ഓഫ് ദ വെർബാണ് നമ്മൾ ഉപയോഗിക്കാറ്. ശരി, സമ്മതിച്ചു. പക്ഷെ ബീൻ ഇടയിൽ വരുമ്പോൾ പിന്നെ ഇതല്ല വരിക, പ്ലേയിങ് ആണ്
വരിക. സോ ഈ ഒരു പോയിന്റ് അറിയാമെങ്കിൽ തന്നെ നമുക്കിത് വെട്ടാം. കണ്ടോ, എലിമിനേഷൻ ടെക്നിക്കിലൂടെ ആൻസറിലേക്ക് എത്താം. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് അറിയണം എന്നൊന്നുമില്ല. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി ഇതിന്റെ ഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. അടുത്ത വർഷം ആവുമ്പോൾ ഗിറ്റാർ വായിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷമാവും. അപ്പൊ ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ്, അതായത് അടുത്ത വർഷം ആവുമ്പോൾ ഞാൻ 20 വർഷമായിട്ട് ഗിറ്റാർ വായിക്കുകയാണ്, അതോടുകൂടി നിർത്തുവാണല്ലോ, വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ് അല്ലെ. അടുത്ത വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യും, ഞാൻ നിർത്തുന്നില്ല. അതുകൊണ്ടാണ് ആ കണ്ടിന്യൂസ് ടെൻസ് അവിടെ വരുന്നത്. സപ്പോസ് ഞാൻ പറയുകയാണ് അടുത്ത വർഷം ആവുമ്പോൾ എന്റെ എക്സാം തീരുമാനം പറയാന്ന് വിചാരിക്കൂ. അപ്പൊ എന്താ ഞാൻ പറയാ, നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ എക്സാംസ്. അപ്പൊ നെക്സ്റ്റ് ഇയർ ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ ആ ഒരു അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മതി, ഒരു സംശയമില്ല. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുമല്ല, ഗിറ്റാർ പിന്നെയും വായിക്കും അല്ലെ. സോ ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ഗിറ്റാർ ഫോർ 20 years. ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, സോ ടെൻസിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായി പഠിക്കാം, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ചസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പെട്ടെന്ന് വിളിക്കുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. റിസൾട്ട് എൻഷുർഡ് ആയിട്ടുള്ള, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോക്കസ് ബാച്ച് തന്നെയാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇൻഹൗസ് ക്ലാസ്സസിൽ കാണാം. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.